ഒരല്പം ഉളുപ്പ് ഇനിയെങ്കിലും വേണം ട്രംപ് എത്ര കാലമായി ആവർത്തിക്കുന്നതാണ് മോദിയെ തന്റെ താരിഫിന്റെ വാലിൽ കുരുക്കിയിട്ടുകൊണ്ട് ട്രംപ് നടക്കുന്നു എന്നുള്ളത്. എന്നാൽ ലോകരാഷ്ട്രങ്ങളും അവിടുത്തെ ജനങ്ങളും മുഴുവൻ കണ്ണുപൊട്ടന്മാരല്ല എന്ന് ട്രംപ് ഇനിയെങ്കിലും തിരിച്ചറിയണം. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി മുഴുവൻ ലോകരാഷ്ട്രങ്ങളും വലിയ നേതാക്കന്മാരും ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായി റഷ്യയിൽ നിന്നുള്ള വ്യാപാരം നിർത്തിവെക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നപ്പോൾ പോലും അണുവിട വ്യതിചലിക്കാതെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ നേതാവിനെ എന്തിന്റെ പേരിലാണ് ട്രംപ് പിന്നെയും തന്റെ വാക്കിനു മുന്നിൽ മുട്ടുമടക്കിയെന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഈ പ്രാവശ്യത്തെ വിവാദ പ്രസ്താവന ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ താൻ ഇടപെട്ടു എന്നും 350% താരിഫ് ഭീഷണി മുഴക്കിയപ്പോൾ മാത്രം മോദി ഫോൺ ചെയ്ത് യുദ്ധമില്ല എന്ന് പറഞ്ഞു എന്നുമുള്ള മുട്ടാൻപോക്ക് അവകാശവാദമാണ്. ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുണ്ടായ സംഘർഷ സാഹചര്യം ഇല്ലാതാക്കാൻ താൻ ഇടപെട്ടെന്ന് ആവർത്തിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പങ്കെടുത്ത US സൗദി നിക്ഷേപ ഫോറത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇന്ത്യ പാക് സംഘർഷം ഒഴിവായത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് 60-ലേറെ തവണയാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചിട്ടുമുണ്ട്. ഈ പ്രസ്താവനയുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: അന്തർദേശീയ വേദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തെ തകർക്കുക. പക്ഷേ ട്രംപിന്റെ ഈ ശ്രമം മോദിയുടെ കരുത്തും അസാമാന്യ നേതൃഗുണവും ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. മോദിയുടെ രാജതന്ത്ര ശക്തി ലോകം അംഗീകരിക്കുന്നതാണ്. റഷ്യ യുക്രൈൻ സംഘർഷ കാലത്തോ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചപ്പോഴും ഏത് ദേശീയ സുരക്ഷാ സാഹചര്യത്തിലും ഇന്ത്യ സ്വതന്ത്രമായി അതിശക്തമായി തല ഉയർത്തി നിലകൊണ്ടു. US-ന്റെ സഹായത്താൽ ഇന്ത്യ യുദ്ധം ഒഴിവാക്കിയെന്ന അവകാശവാദം ഒരു നർമ്മകഥ പോലെ തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ്. ട്രംപ് പറഞ്ഞ 350% താരിഫ് ഭീഷണി ഒരു ഭീഷണി ആയിരുന്നാലും ഈ കാര്യത്തിൽ ലോകത്തിലെ യഥാർത്ഥ സാമ്പത്തിക വിദഗ്ധന്മാർക്കും നയതന്ത്ര വിദഗ്ധന്മാർക്കും പോലും ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയെ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിയില്ല എന്ന്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനും യുദ്ധത്തിനിറങ്ങാനും ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് മറ്റൊരാളുടെ ഇടപെടൽ ആവശ്യമില്ല. ബാലാകോട്ട് സർജിക്കൽ സ്ട്രൈക്ക്, ഉറി സംഭവം ഇതൊക്കെ ഇതിന്റെ തെളിവുകളാണ്. അമേരിക്ക ഇന്ത്യയെ നിയന്ത്രിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഒരു കാലത്ത് ആണവ കരാറും പ്രതിരോധ സംഭാഷണവും എല്ലാം അമേരിക്കയുടെ നിഴലിൽ നടന്നു എന്ന് ശരിയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു സ്റ്റാൻഡ് എലോൺ സൂപ്പർ പവറാണ്. ട്രംപിന്റെ പ്രസ്താവന ഒരു കാര്യം വ്യക്തമാക്കുന്നു: മോദിയുടെ ഉയർച്ച അന്തർദേശീയ തലത്തിലും ചിലരെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളത്. ട്രംപ് ഇന്ത്യയെ ചെറിയൊരു രാജ്യമായി കാണുന്ന പഴയ അമേരിക്കൻ മനോഭാവം ഇപ്പോഴും കൈവിടാത്തതാകാം ഈ ജൽപ്പനകൾക്ക് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യം ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ, ചവിട്ടിയരയ്ക്കാൻ ആരെയും മോദി അനുവദിക്കില്ല എന്നതാണ്. ഇന്ത്യ ഇനി ഒരു കോളനിയുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ത്യ തന്നെ എടുക്കും. അതിന്റെ പിന്നിൽ നിൽക്കുന്ന നേതാവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ലോകം തന്നെ മനസ്സിലാക്കേണ്ട സന്ദേശം: ഇന്ത്യയുടെ വളർച്ച, അംഗീകാരം ഇതൊക്കെ മുന്നിൽ നിന്ന് പൊരുതി നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ജനപിന്തുണയുള്ള മോദിയെപ്പോലെ ഒരു നേതാവിനെ ഒരു വ്യാജ കഥ കൊണ്ടും തകർക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്.